നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തൃപ്പൂണിത്തുറ അസംബ്ലി നിയോജക മണ്ഡലം, എറണാകുളം ജില്ലയിൽ പെടുന്ന തൃപ്പൂണിത്തുറ അസംബ്ലി നിയോജക മണ്ഡലം ഒരു കാലത്ത് CPM-ന്റെ ഉരുക്കുകോട്ടയായിരുന്നു. TK രാമകൃഷ്ണൻ, V വിശ്വനാഥ മേനോൻ തുടങ്ങിയ കരുത്തരായ CPM നേതാക്കൾ അവിടെ നിന്ന് ജയിച്ച് MLA-മാരുമായിട്ടുണ്ട്, മന്ത്രിമാരുമായിട്ടുണ്ട്. എന്നാൽ 1991 മുതൽ 2016 വരെ കോൺഗ്രസിൻ്റെ നേതാവ് K ബാബുവാണ് ആ സീറ്റ് പിടിച്ചെടുത്ത് കോൺഗ്രസിൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നതും. 1991 മുതൽ 2016 വരെ K ബാബു തന്നെയായിരുന്നു അവിടുത്തെ MLA. അദ്ദേഹം അവിടെ നിന്ന് 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ മന്ത്രിയായതിനെ തുടർന്ന് മറ്റേ ഈ ഒരു ബാർ അഴിമതി കോഴയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വന്നതിനെ തുടർന്ന് 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ K ബാബു അവിടെ നിന്നും പരാജയപ്പെട്ടു. പകരം M സ്വരാജ് വിജയിച്ചു. എന്നാൽ 2021 M സ്വരാജിൽ നിന്ന് K ബാബു വീണ്ടും ആ സീറ്റ് തിരിച്ചു പിടിച്ചു. എന്നാൽ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ K ബാബു അവിടെ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം ഏറെക്കുറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസിൽ ഒരാൾ ആ സീറ്റിൽ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ ഒരു 15-20 പേർ ആ നിമിഷം ചാടി വീഴുമെന്നാണല്ലോ നമുക്ക് അറിയാവുന്നത്. അങ്ങനെ ഇവിടെയും ചാടി വീണു. നിരവധി ആളുകൾ, ഏതാണ്ട് 5ഓളം പേർ ആ സീറ്റിന് വേണ്ടി ചാടി വീഴുന്ന അവസ്ഥയുണ്ടായി. രാജു P നായർ, തമ്പി സുബ്രഹ്മണ്യം അടക്കമുള്ള കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാം ആ സീറ്റിനായി ചാടി വീണു. എന്നാൽ ആ സീറ്റിലേക്ക് അവിടെ സ്ഥിരതാമസക്കാരനായ ഒരു സെലിബ്രിറ്റിയെയാണ് കോൺഗ്രസ് നോക്കി വെച്ചത്. ആ സെലിബ്രിറ്റി മറ്റാരുമല്ല, തൻ്റെ കോൺഗ്രസ് വിധേയത്വവും കോൺഗ്രസ് അടുപ്പവും ഒരിക്കലും മറച്ചു വയ്ക്കാത്ത സാക്ഷാൽ രമേശ് പിഷാരടിയാണ് അത്. രമേശ് പിഷാരടിയെ തൃപ്പൂണിത്തുറയിൽ നിന്ന് നിയമസഭയിലേക്ക് 2026 തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്നാണ് K ബാബുവിൻ്റെ ആഗ്രഹം. താൻ ആ സീറ്റ് ഒഴിയുകയാണെങ്കിൽ അത് രമേശ് പിഷാരടിക്ക് നൽകണമെന്നാണ് K ബാബു കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ രമേശ് പിഷാരടിയെ അങ്ങോട്ട് അടുപ്പിക്കില്ല എന്ന് രാജു P നായർ മുതൽ തമ്പി സുബ്രഹ്മണ്യം വരെയുള്ളവർ പറയുന്നു. കാരണം അവർക്ക് അവകാശപ്പെട്ട സീറ്റാണ് തൃപ്പൂണിത്തുറ സീറ്റ്. ഒന്നാമത് തൃപ്പൂണിത്തുറ സീറ്റ് ഒരു ഈഴവ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ മണ്ഡലം. അതുകൊണ്ട് തന്നെ ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്ക് അവിടെ സീറ്റ് നൽകണമെന്നാണ് ഒരു വലിയൊരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ തമ്പി സുബ്രഹ്മണ്യം എന്ന KPCC സെക്രട്ടറിക്ക്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്, വളരെ പ്രഗത്ഭനായ നേതാവാണ്, കൊച്ചി നഗരസഭയിലെ പ്രഗത്ഭനായ കൗൺസിലറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സീറ്റ് അവകാശപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ആ സീറ്റ് നൽകണമെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. മാത്രമല്ല അദ്ദേഹം ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾ കൂടിയാണ്. രാജു P നായരാകട്ടെ VD സതീശൻ്റെ അടുത്തയാളും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലൊക്കെ, TV ചർച്ചകളിലും ചാനൽ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന താരമാണ്, കോൺഗ്രസിൻ്റെ പ്രധാന വക്താവാണ്. പിന്നെ മറ്റു ചിലരും അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. N വേണുഗോപാലിനെ പോലുള്ള നേതാക്കളൊക്കെ അവിടെ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിൽ ഒരു സീറ്റിൽ, നേരത്തെ പറഞ്ഞാൽ ഒരു സീറ്റിലേക്ക് 15-20 പേർ ചാടി വീഴുമ്പോൾ പലപ്പോഴും ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മറ്റാരെങ്കിലും കൊണ്ടുവന്ന് അവിടെ നിർത്തിവിടാനാണ് പതിവ്. അതുകൊണ്ട് തന്നെ രമേശ് പിഷാരടിക്ക് ഇത്തവണ സ്ഥാനാർത്ഥിയാകാൻ രമേശ് പിഷാരടി അവിടെ നിന്ന് മത്സരിപ്പിക്കണമെന്ന് K ബാബു ആവശ്യപ്പെടുമ്പോൾ ഈ നേതാക്കളെല്ലാം ഒരുമിച്ച് നിന്ന് രമേശ് പിഷാരടിയെ എതിർക്കുകയാണ്. പിഷാരടി അവിടെ സ്ഥാനാർത്ഥിയാൽ അവിടെ കുത്തിത്തിരിപ്പും പാലം വലിയും ഉണ്ടാകും. ആ സീറ്റ് വീണ്ടും കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഒറ്റ കോൺഗ്രസ്സുകാരൻ പോലും പിഷാരടിക്ക് വോട്ട് ചെയ്യുകയില്ല. അതുകൊണ്ട് പിഷാരടി നിർത്തിയാൽ പാരവെപ്പും കുത്തിത്തിരിപ്പും മാത്രമായിരിക്കും അവിടെ ഉണ്ടാകുക. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കരുതെന്നാണ് പല നേതാക്കന്മാരും KPCC അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പിഷാരടിയെ നിർത്തുന്ന കാര്യത്തിൽ അണികൾക്കും ജനങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കും താല്പര്യമില്ല. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രമേശ് പിഷാരടിയെ എതിർക്കുകയാണ്. അങ്ങനെ ഒരു സെലിബ്രിറ്റി താരത്തെ അല്ലെങ്കിൽ TV താരത്തെയും കോമഡി താരത്തെയും കൊണ്ട് നിർത്തേണ്ട ധാരാളം കോൺഗ്രസ് നേതാക്കന്മാർ, കഴിവുള്ള ആളുകളുണ്ട്, അവർ മത്സരിക്കട്ടെ. അതുകൊണ്ട് രമേശ് പിഷാരടി വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്. ഒരുപക്ഷേ രമേശ് പിഷാരടി തന്നെയായിരിക്കാം സ്ഥാനാർത്ഥി എന്നുള്ള സൂചനകൾ വരുന്നുണ്ടെങ്കിലും അത്ര എളുപ്പമല്ല അവിടെ ഇക്കാര്യങ്ങളൊന്നും തീരുമാനിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്.